അങ്ങനെ സക്രിയ സാറിനെ നമ്മൾ പോയി കാണുന്നു, സംസാരിക്കുന്നു. എനിക്ക് ചോദ്യങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആളും അതിൽ സംതൃപ്തനായി. പുള്ളിക്കാരൻ അപ്പം തന്നെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ നമുക്ക് തരാൻ എല്ലാ കാര്യങ്ങളും ശരിയാക്കി. ആദ്യം ചോദിച്ച ചോദ്യം ഏത് ഭാഷകളൊക്കെ അറിയുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം മലയാളം മാത്രമാണ് നമുക്ക് അറിയുന്നത്, വേറെ ഭാഷകളൊന്നും അറിയില്ല. അമ്മയും അച്ഛനും പറയും മോനെ വെറുതെ വേണ്ട, അച്ഛൻ ഓൾറെഡി ഇതേപോലെ തന്നെ ഒരു പണി ചെയ്തതാണ്. അപ്പം അതിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. നീ ഇനി ബിസിനസ്സിലോട്ട് പോകണ്ട, അത് അത്ര നല്ലൊരു പരിപാടിയല്ല. അല്ല സാറേ, അങ്ങനെയാണ് എല്ലാവരും ബിസിനസ്സിനെ കുറിച്ച് കാണുന്നത്. ഇവിടെ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം, ഇപ്പം ഇത്രയും വർഷത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഒരു ബിസിനസ് ചെയ്യാനായിട്ട് ഏറ്റവും റിസ്ക്, അതായത് കുറവുള്ള ഒരു മാർഗം, അതാണ് ഇപ്പം ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഷിംഗിൾസ് ഏത് ബ്രാൻഡാണ്? ലോകത്തെ ഏറ്റവും മികച്ച ബ്രാൻഡുകളാണ്. ഏറ്റവും മികച്ച ബ്രാൻഡുകളാണ്. അതിലും മികച്ച ബ്രാൻഡ് നമുക്ക് ഷിംഗിൾസിൽ നമുക്ക് വരുന്നില്ല. നമ്മൾ ഏകദേശം ഒരു 500ഓളം പ്രോജക്ട്സുകൾ നമുക്ക് ഷിംഗിൾസ് വെച്ചിട്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് കേരളത്തിൽ. തൊഴിൽ ചെയ്തതിന് ശേഷം ഒരു ബിസിനസ്സിലേക്ക് കടക്കാൻ പലരും ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ എല്ലാവർക്കും അതിന് സാധിക്കാറില്ല. ചിലരുണ്ട് കുറച്ച് നാൾ തൊഴിൽ ചെയ്ത് ഏതെങ്കിലും ഒരു മേഖല കണ്ടുപിടിച്ച് ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങുന്നവർ. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. ഒരു വ്യക്തി, അദ്ദേഹം കുറച്ച് നാൾ തൊഴിൽ ചെയ്യുന്നു, പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു സംരംഭം തുടങ്ങണമെന്ന് തോന്നുന്നു. ലോകോത്തര ബ്രാൻഡുകൾ നമ്മുടെ മലയാളികൾക്ക് വേണ്ടിയിട്ട് ബിൽഡിംഗ് മെറ്റീരിയൽസിൽ ലോഞ്ച് ചെയ്ത ഒരു സംരംഭകനാണ് എൻ്റെ സുഹൃത്തുകൂടിയായ ശ്രീ ബൈജു. സ്വാഗതം സ്പാർക്കിലേക്ക്. താങ്ക് യു ഷമീം സാർ, താങ്ക് യു വെരി മച്ച്. താങ്കൾ എൻ്റെ ഈഗിളാണ്, നമ്മൾ ഒരുമിച്ച് വിദേശത്തൊക്കെ ട്രാവൽ ചെയ്തിട്ടുള്ള ആളാണ്. ബൈജുവിൻ്റെ നാട് എവിടെയാണ്? എൻ്റെ നാട് തൃശ്ശൂർ ജില്ലയിലാണ്, മണ്ണമ്പട്ട എന്ന് പറഞ്ഞ സ്ഥലമാണ് എൻ്റെ സ്വദേശം. പഠിച്ചതൊക്കെ? പഠിച്ചത് തൃശ്ശൂർ ഗവൺമെൻറ് കോളേജിലാണ് നമ്മൾ പഠിച്ചത്. എവിടം വരെയായിരുന്നു പഠിത്തം? ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസമാണ് നമ്മൾ ചെയ്തത്. പിന്നെ അതിനുശേഷം നമ്മൾ ബാംഗ്ലൂർ പോയി ഡിസ്റ്റൻസ് ലേണേഴ്സ് പഠിക്കുകയാണ് ചെയ്തത്. പ്രീ ഡിഗ്രി? അന്ന് പ്രീ ഡിഗ്രി അല്ലേ? അതെ, 12th പാസ്സായില്ല. അപ്പോൾ പാരൻസ്, ഫാദർ എന്താ ചെയ്യുന്നത്? ഒരു സാധാരണ ജോലി തന്നെയായിരുന്നു. വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചൂണ്ട് തൊഴിലാളിയായിരുന്നു. യൂണിയൻ തൊഴിലാളി. ഓഹോ, അതായിരുന്നു. അപ്പോൾ കഷ്ടപ്പെട്ടൊക്കെ ആണോ പഠിപ്പിച്ചത് നിങ്ങളെ? വളരെ വളരെ കഷ്ടപ്പെട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഇന്നും നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം, തോറ്റതിന് ശേഷം എന്താ ചെയ്തത് ആദ്യം? അതിനുശേഷം ഞാൻ ജോയിൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓട്ടോമൊബൈൽ കമ്പനിയിലാണ് നമ്മൾ ജോയിൻ ചെയ്തത്. സ്പെയർ പാർട്സ് മേഖലയായിരുന്നു നമ്മളുടെ രാജ്യത്തെ ഒരു എന്താ പറയുക, ഒരു ജോലി എന്ന് പറയുന്നത്. പോപ്പുലർ എവിടെയായിരുന്നു അത്? അതെ, പോപ്പുലറിലായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. അതിനുശേഷം പൂങ്കുടി ഏജൻസീസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിലായിരുന്നു. അതിൽ സക്രിയ സാർ. ഓക്കെ, പൂങ്കുടിയിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു? പൂങ്കുടിയിലേക്ക് എത്തിപ്പെട്ടത് നമ്മൾ ഓട്ടോമൊബൈൽ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്. നമുക്ക് പൂങ്കുടിയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പരസ്യം കണ്ടിട്ടാണോ, എങ്ങനെയാണ് അവിടെ വന്നത്? അതിന് രസകരമായിട്ടുള്ളൊരു സ്റ്റോറി ഉണ്ട്. നോർമലി അന്ന് നമുക്കൊരു പോസ്റ്റ് കാർഡിലാണല്ലോ നമുക്ക് നോർമലി നമുക്ക് ഇന്റർവ്യൂ കാർഡുകളും കാര്യങ്ങളൊക്കെ. അതെനിക്ക് തോന്നുന്നു അറൗണ്ട് 97 നമുക്ക് അത് കാർഡ് മറ്റുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് പോസ്റ്റ് കാർഡ് കിട്ടുന്നത് തന്നെ നമുക്ക് അതിന് ശേഷമാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമമായി. എന്തെങ്കിൽ ഒരു അവസരം നഷ്ടപ്പെട്ടല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഒരു വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും അതോടൊപ്പം തന്നെ അതിൽ കാണിച്ചിരിക്കുന്ന താഴത്തെ നമ്മുടെ ഒരു നമ്പറുണ്ട്, ലാൻഡ് ലൈൻ നമ്പറുണ്ട്. അപ്പോൾ അതിൽ അങ്ങോട്ട് വിളിച്ചു, എൻ്റെ കാര്യം പറഞ്ഞു. ഇതുപോലെ തന്നെ എനിക്ക് വളരെ ലേറ്റ് ആയിട്ടാണ് കാർഡ് കിട്ടിയത് എന്നൊക്കെയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അപ്പോൾ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു മറുപടി എന്ന് പറയുന്നത്, ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു, അതിൻ്റെ പോസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞു, ഇനി അടുത്ത ചാൻസ് ഉണ്ടെങ്കിൽ നമുക്കത് പറയാമെന്ന് പറഞ്ഞു. വളരെ വിഷമത്തോടുകൂടി നമ്മൾ വീട്ടിലോട്ട് നമ്മൾ തിരിച്ചു നടന്നു. പെട്ടെന്നാണ് എനിക്ക് തോന്നിയത്, ചിലപ്പോൾ ഒരു ചാൻസും കൂടി എനിക്ക് നേരിട്ട് പോയാൽ ചിലപ്പോൾ ഒരു പക്ഷേ കിട്ടിയാലോ എന്നൊരു തോന്നൽ. അപ്പോൾ തന്നെ കിട്ടിയ ഡ്രസ്സ് എടുത്തിട്ട് നേരെ പറഞ്ഞു എറണാകുളത്തേക്ക്. അന്ന് നമ്മൾ എറണാകുളത്തേക്കൊന്നും അങ്ങനെ വന്ന് പരിചയമോ കാര്യങ്ങളൊന്നും നമുക്കില്ല. അന്വേഷിച്ച് കണ്ടുപിടിച്ചു. അങ്ങനെ പൂങ്കുടി ഏജൻസീസിൻ്റെ സ്റ്റെപ്പിൽ നമ്മളെത്തി. അവിടെ റിസപ്ഷനിൽ പോയി കണ്ടു, മാനേജർ പോയി കണ്ടു. പറഞ്ഞു ഓൾറെഡി പറഞ്ഞതായിരുന്നല്ലോ, ഏത് ഫില്ലായി,
അടുത്ത ചാൻസ് നോക്കാം. അപ്പോൾ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ പറഞ്ഞു തൃശ്ശൂരിൽ നിന്നാണ്. അപ്പോൾ തൃശ്ശൂരിൽ നിന്നാണ് അന്ന് വരുന്നത് പറഞ്ഞപ്പോൾ അന്ന് ഒരു ജോസഫേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനായിട്ടുണ്ടായിരുന്നു. ഓ, ഇത്രയും ദൂരെ നിന്നാണോ നിങ്ങൾ വന്നേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ അന്ന് ഈ വാഹന സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സമയമൊക്കെ അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്രയും ദൂരം എന്നൊന്ന് പറയാനായിട്ടുള്ളൊരു കാരണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, ഞങ്ങളുടെ സാറ് ഇവിടെയുണ്ട്, സാറിന് എന്തായാലും ഒന്ന് കണ്ടിട്ട് പോക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ സക്രിയ സാറിനെ നമ്മൾ പോയി കാണുന്നു, സംസാരിക്കുന്നു. എനിക്ക് ചോദ്യങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആളും അതിൽ സംതൃപ്തനായി. പുള്ളിക്കാരൻ അപ്പോൾ തന്നെ അപ്പോയിൻമെൻറ്റിൽ ലെറ്റർ നമുക്ക് തരാൻ എല്ലാ കാര്യങ്ങളും ശരിയാക്കി. ആദ്യം ചോദിച്ച ചോദ്യം ഏത് ഭാഷകളൊക്കെ അറിയുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം മലയാളം മാത്രമാണ് നമുക്ക് അറിയുന്നത്, വേറെ ഭാഷകളൊന്നും അറിയില്ല. അന്ന് എന്ത് പ്രായമുണ്ട്? അന്ന് എനിക്ക് 23 വയസ്സ് ഓക്കെ. സമയം. അപ്പോൾ പിന്നെ ചോദിച്ചാൽ ഞാൻ ഇംഗ്ലീഷ് ചോദിച്ചോ അറിയില്ല. തുളു ആദ്യമായിട്ടാണ് തുളു എന്നുള്ള ഒരു വാക്ക് നമ്മൾ കേൾക്കുന്നത്. ഞാൻ പറയും ഞാൻ കേട്ടിട്ട് പോലില്ല, അറിയില്ല. കന്നഡ അതറിയില്ല. പക്ഷെ എന്താണെന്ന് അറിയില്ല. സക്കറിയ സാറിന് വലിയൊരു കോൺഫിഡൻസ് എൻ്റെ മേലുണ്ടായിരുന്നു തോന്നുന്നു. പുള്ളി അപ്പോൾ തന്നെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ തന്ന്. എങ്ങോട്ടേക്കാണ്? ബാംഗ്ലൂർ. അതാണ് ഈ കന്നഡയൊക്കെ ബാംഗ്ലൂർ. അതെ, ബാംഗ്ലൂർ നമ്മൾ അന്നത്തെ കാലത്ത് ഒരു ഡ്രീം സിറ്റി ആയിരുന്നു. നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നതാണ് ബാംഗ്ലൂർ, ഊട്ടി എന്നൊക്കെയും. പക്ഷെ അതുവരെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല, അന്ന് ഒരു ടൂറും നമ്മൾ പോയിട്ടില്ല. പക്ഷെ ആ ബാംഗ്ലൂർ ഒരു ഡ്രീം സിറ്റി, അത് കേട്ട വശം തന്നെ എനിക്ക് എന്തോ ഒരു ഭയങ്കര താല്പര്യം തോന്നി. ഞാൻ പറഞ്ഞു ഓക്കെ പറഞ്ഞു. അല്ലെങ്കിൽ തമിഴ്നാടാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് ബാംഗ്ലൂരിനോട് എന്തൊരു താല്പര്യം തോന്നി. അങ്ങനെ ബാംഗ്ലൂർ നമ്മൾ എത്തിപ്പെട്ടു. അപ്പോൾ അവിടെ എന്താ സ്പെയർ പാർട്സ് ഡിവിഷനിലാണ്? അവിടെ സ്പെയർ പാർട്സിൽ നമ്മൾ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് നമുക്കവിടെ ജോലി കിട്ടുന്നത്. അപ്പോൾ കർണാടകയുടെ പല ഭാഗങ്ങളിലും നമ്മൾ യാത്ര ചെയ്യണം. എനിക്ക് കിട്ടിയിരുന്ന റീജിയൻ എന്ന് പറഞ്ഞാൽ മാംഗ്ലൂർ ആയിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഈ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ താങ്കൾക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഹിന്ദി അറിയില്ല, തമിഴ് അറിയില്ല, കന്നഡ അറിയില്ല, അദ്ദേഹത്തിൻ്റെ ഭാഷ പറഞ്ഞാൽ തുളു അറിയില്ല. തുളു അറിയില്ല. അപ്പോൾ ഇത് എന്ത് ഭാഷയിൽ സംസാരിച്ചു? പിന്നെ ഇത് പല ആൾക്കാർക്കും, ഈവൻ നമ്മളുടെ ഡീലേഴ്സിന് പോലും പല ആൾക്കാർക്കും ഇതുപോലെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ട്. എനിക്ക് കന്നഡ അറിയില്ല, എനിക്ക് മലയാളം മാത്രമേ അറിയുള്ളൂ, വേറെ ഭാഷകളൊന്നും അറിയില്ല. പലപ്പോഴും ആംഗ്യ ഭാഷകൾ കൂടെയാണ് നമ്മൾ സംസാരിക്കാറ്. പക്ഷെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഞാൻ എന്തിനാണ് വരുന്നതെന്നും അവർക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞിരുന്നുകൊണ്ട് എൻ്റെ ടാർഗറ്റ് വയ്ക്കും, വലിയ കുഴപ്പമില്ലാണ്ട് അച്ചീവ് ചെയ്ത് പോകാറുണ്ടായിരുന്നു. അത് മാത്രമായിരുന്നു അന്ന് കമ്പനി നോക്കിയിരുന്നത്. അതിൽ പിന്നീട് ഒരു ഉയർച്ച ഉണ്ടായോ ജോലിയിൽ? അതെ, ആ ജോലിയിൽ നിന്നാണ് പിന്നെ നമ്മൾ അടുത്ത 2-3 വർഷങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് ഒരു നല്ലൊരു ടോപ്പ് പെർഫോമർ ആവാനായിട്ട് എനിക്ക് സാധിച്ചു. അങ്ങനെ കമ്പനിയുടെ മംഗലപുരത്തെ ബ്രാഞ്ച് മാനേജറായിട്ട് എന്നെ പ്രൊമോട്ട് ചെയ്യും. എനിക്ക് തോന്നുന്നു അന്ന് കമ്പനിയുടെ ആദ്യത്തെ കേരളത്തിന് പുറത്തുള്ള സ്വന്തമായിട്ട് സക്രിയ സാറിൻ്റെ സ്വന്തമായിട്ടുള്ള ആദ്യത്തെ ബ്രാഞ്ചായിരുന്നു അത്. എപ്പോഴും സാറ് പറയാറുണ്ട് അതൊരു മൈൽ സ്റ്റോൺ ആയിരുന്നു. അന്ന് ആ ബ്രാഞ്ചിന് പേരിട്ടത് പൂങ്കുടി മൈൽ സ്റ്റോൺ എന്നായിരുന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം മൈൽ സ്റ്റോൺ ആണെന്ന് പറയാൻ കാരണം ബാംഗ്ലൂർ ഓൾറെഡി ഉണ്ടല്ലോ. അപ്പോൾ കേരളത്തിന് പുറത്ത് ആദ്യത്താണ്. അത് ആദ്യത്തെ സ്വന്തം ബിൽഡിംഗ്, ഓൺ ബിൽഡിംഗിൽ, മറ്റേതൊക്കെ റെന്റിലാണ്. അതെ. അപ്പോൾ എനിക്ക് ബ്രാഞ്ച് മാനേജറാണ്. അതിന്റെ ബ്രാഞ്ച് മാനേജറാണ്. അപ്പോൾ അതിൽ നമുക്കൊരു അഭിമാനമുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിലും സ്വന്തമായിട്ട് എനിക്ക് ബ്രാഞ്ച് മാനേജർ ആവാനായിട്ട് സാധിച്ചൊരു ബ്രാഞ്ചാണ് അത്. അവിടെ നന്നായി പോയോ? അതെ, നന്നായി പോയി. അതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെയും ഞാനും പിന്നെ സക്രിയ സാറിൻ്റെ മകളും, ഇപ്പോൾ പുള്ളി ആർക്കിടെക്റ്റാണ്, പ്രിയ ആർക്കിടെക്റ്റാണ് ഇപ്പോൾ. അന്ന് ഫസ്റ്റ് പുള്ളിയാണ് അത് ഡിസൈൻ ചെയ്തത്. അതിൻ്റെ ഒരു ഫസ്റ്റ് പേയ്മെൻറ്റ് പോലും റിയയ്ക്ക് സക്രിയ സാർ കൊടുത്തു. അങ്ങനെ അവിടെ എത്ര നാളുണ്ടായിരുന്നു? അവിടെ ഞാൻ ഏകദേശം ഒരു 10 ഇയേഴ്സിൻ്റെ അടുത്താണ് ഞാൻ ടോട്ടൽ നമ്മൾ പൂങ്കുടിയിൽ ഞാൻ വർക്ക് ചെയ്തത്. പൂങ്കുടിയാണ് താങ്കളുടെ തറവാട്, അല്ലെ യൂണിവേഴ്സിറ്റി എന്ന് പറയേണ്ടി വരും. തീർച്ചയായിട്ടും. വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ് എന്താണ് എന്ന് പഠിപ്പിച്ചു തന്നത് എനിക്ക് അദ്ദേഹമാണ്. അപ്പോൾ അതിനുള്ള നന്ദി എനിക്ക് എന്നും അദ്ദേഹത്തോട്. അതിനുശേഷം അടുത്ത ജോലി എന്തായിരുന്നു? അതിനുശേഷം ഒരു ഫ്രഞ്ച് ബ്രാൻഡായിട്ടുള്ള ലഫാർജെ എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ് ഞാൻ പിന്നെ ജോയിൻ ചെയ്തത്. മോണിയർ എന്ന് പറഞ്ഞൊരു ഫ്രഞ്ച് റൂഫ് ടൈൽ ബ്രാൻഡായിരുന്നു. ഓക്കെ. അപ്പോൾ വേൾഡിൽ തന്നെ ഒരു ഏറ്റവും ടോപ്പ് നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് റൂഫിംഗ് മേഖലയിൽ. എവിടെയാണ്? കർണാടക തന്നെയാണ് അത്. ആക്ച്വലി ഇത് ഒരു ഫ്രഞ്ച് ബ്രാൻഡാണ്. അവരുടെ ഓൺ പ്രൊഡക്ഷൻസ് ഇന്ത്യയിൽ ബാംഗ്ലൂർ ആയിരുന്നു. താങ്കളുടെ ടെറിട്ടറി എവിടെയായിരുന്നു സെയിൽസ്? എനിക്ക് കർണാടകയിൽ ഹുബ്ലി, അതായത് നോർത്ത് കർണാടക. ഏറ്റവും ഒരു ബുദ്ധിമുട്ടുള്ള റീജിയൻ ആയിരുന്നു. കാരണം ഈ പ്രോഡക്ട്സ് റൂഫിംഗ് പ്രോഡക്റ്റ്. അതെ, എക്സാക്ട്ലി. ഓക്കെ. അപ്പോൾ അതായത് നമുക്കൊരു സ്ലോ പ്രൂഫ് ആവശ്യമുണ്ട്. സ്ലോ പ്രൂഫ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് റൂഫ് ടൈൽസ് നമുക്കവിടെ പോകുള്ളൂ. ഏറ്റവും ഒരു ബുദ്ധിമുട്ടുള്ള റീജിയൻ ആയിരുന്നു. എങ്കിൽ പോലും നമ്മളെ മനസ്സിൽ എപ്പോഴും
ഒരു ബിസിനസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹം, നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്ന എപ്പോഴും നമുക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് അതിൽ നമുക്ക് കിട്ടാവുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റികളും അതിൽ പോസിറ്റീവായിട്ട് കാണുന്ന കാര്യങ്ങളെല്ലാം മുന്നോട്ട് നമ്മൾ നീക്കി നല്ല രീതിയിൽ തന്നെ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് സാധിച്ചു. നന്നായി തന്നെ എനിക്കത് ബിസിനസ് നമുക്ക് കമ്പനിയിലേക്ക് കൊണ്ടുവരാനായിട്ട് അങ്ങനെ എത്ര നാളുണ്ടായിരുന്നു? ഞാൻ ഏകദേശം 3 ഇയേഴ്സാണ് ഞാൻ ആ കമ്പനിയിൽ എനിക്ക് വർക്ക് ചെയ്തത്. ഐ ഗോട്ട് റിസൈൻഡ് ആൻഡ് ഐ സ്റ്റാർട്ടഡ് ന്യൂ ബിസിനസ്. സ്വന്തമായിട്ട് തുടങ്ങി. ഞാനും എൻ്റെ ബ്രദറായിട്ടാണ് തുടങ്ങിയത്. ഓക്കെ. ഇപ്പം ഇന്ന് ഞങ്ങളത് ഇൻഡിവിജ്വലാണ്. സെപ്പറേറ്റ് പുള്ളിയുടെ ബിസിനസ് ചെയ്യുന്നു, ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ബിസിനസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് പ്രോഡക്ട്സ് ആണ് ഇപ്പോൾ ചെയ്യുന്നത്? ഇന്നും ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആ സെയിം, അതായത് റൂഫിംഗ് പ്രൊഡക്റ്റ് തന്നെയാണ്. പക്ഷെ ഇന്നിപ്പോൾ ഒരുപാട് ബ്രാൻഡുകളും അതോടൊപ്പം തന്നെ വളരെ യുണീക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകളും ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിലേറ്റവും ഒരു വലിയൊരു ബ്രാൻഡ് എന്ന് പറയുന്നത് ഫ്രഞ്ച് ബ്രാൻഡായിട്ടുള്ള ഇഡ്ലൈൻസ് ആണ്. ഇഡ്ലൈൻസ് ഫ്രഞ്ച് ബ്രാൻഡ്. എന്താണ് ഈ പ്രോഡക്റ്റ്? അതൊരു ഒരു ലക്ഷറി ക്ലേ റൂഫ് ടൈൽസ് ആണ്. ലക്ഷറി ക്ലേ റൂഫ് ടൈൽസ് ആണ്. അതൊരു പ്രീമിയം സെഗ്മെന്റിൽ നിൽക്കുന്ന ഒരു ബ്രാൻഡാണ്. അത് നമ്മുടെ ഇന്ത്യയിലത്തെ സോൾ ഡിസ്ട്രിബ്യൂട്ടറാണ് ഇന്ന് ഞങ്ങൾ. എന്താണ് താങ്കളുടെ സ്ഥാപനത്തിന്റെ പേര്? ബിൽഡേഴ്സ് ബേസ് റൂഫിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. BBR അതാണ് താങ്കളുടെ ബ്രാൻഡ്. നമ്മൾ BBR നമ്മളന്ന് ദുബായിൽ വെച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിരുന്നു. ഓക്കെ. അപ്പോൾ ഈ പ്രോഡക്റ്റ്, ഫ്രഞ്ച് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞത്, ഇത് എന്താണ് എൻ്റെ ആപ്ലിക്കേഷൻ? എന്താണ്? റൂഫിംഗ് തന്നെയാണ്. റൂഫ് ടൈൽസ് വളരെ പ്രീമിയമാണ്. നമ്മുടെ ട്രഡീഷണൽ റൂഫിംഗ് സിസ്റ്റത്തിന്റെ ഒരു ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്നതാണ്. വേറെ എന്തൊക്കെ ബ്രാൻഡാണ്? റൂഫ് ടൈൽസ്, പിന്നെ നമുക്ക് റൂഫിംഗ് ഷിംഗിൾസ് വരുന്നുണ്ട്. റൂഫിംഗ് തന്നെയാണ്. ഷിംഗിൾസ് ഏത് ബ്രാൻഡാണ്? ലോകത്തെ ഏറ്റവും മികച്ച ബ്രാൻഡുകളാണ്. അതിലും മികച്ച ബ്രാൻഡ് നമുക്ക് ഷിംഗിൾസിൽ നമുക്ക് വരുന്നില്ല. നമ്മൾ ഏകദേശം ഒരു 500ഓളം പ്രോജക്ട്സുകൾ നമുക്ക് ഷിംഗിൾസ് വെച്ചിട്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് കേരളത്തിൽ. ഓക്കെ. പിന്നെ വേറെ ഏത് ബ്രാൻഡാണ്? പിന്നെ അടുത്ത ബ്രാൻഡ് നമുക്ക് വരുന്നത് വോക്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് വരുന്നുണ്ട്. വോക്സ് ഒരു പ്രീമിയം ഒരു സീലിംഗ് സിസ്റ്റം ആണ്. പോളണ്ടാണ് ഒരു കമ്പനിയുടെ ഹെഡ്. പോളണ്ട്. ഇപ്പം ഇന്നിപ്പോൾ ബാംഗ്ലൂർ ഏറ്റവും ലക്ഷറിയസ് ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 100-150 കോടി രൂപകളൊക്കെ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അവർ ഇന്ന് കേരളത്തിൽ സീലിംഗ് വരുന്നുണ്ട്. സീലിംഗ് മാത്രമല്ല, സീലിംഗ് വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഇന്റീരിയർ വാൾ പാനൽസ്, ഫ്ലോറിംഗ് സിസ്റ്റം വോക്സിന്റെ. സീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ പ്രത്യേകത? എന്താണ്? ഇപ്പൊ നോർമലി ഇപ്പൊ UPVC സീലിംഗ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പലതും നമ്മൾ കണ്ടിട്ടുണ്ട്, ജിപ്സം കണ്ടിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരിക്കലും അത് കേടാവില്ല. വെള്ളം വീണ, ഇപ്പൊ നമ്മൾ നോർമൽ ജിപ്സം ഒക്കെ നമുക്ക് വെള്ളം വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ സീലിംഗ് തന്നെ പൊട്ടി താഴെ വീഴുന്ന അവസ്ഥ വരുന്നുണ്ട്. ഇതൊരു ലൈറ്റ് വെയിറ്റ് ആണ്, സീലിംഗ് സിസ്റ്റം ആണ്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നോർമലി നമ്മുടെ നാട്ടിൽ ഒരു വുഡൻ സീലിങ്ങിനോട് താല്പര്യമുള്ള ആൾക്കാർ ആണ് കൂടുതലായിട്ട് വരുന്നത്. തീർച്ചയായിട്ടും. പക്ഷെ വുഡിലോട്ട് പോകാനായിട്ട് വെരി എക്സ്പെൻസീവ്. ആൻഡ് പിന്നെ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ അതൊരു ചെതല് പിടിക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഒരു ഹെവി ആണ് മെറ്റീരിയൽസ്. സോ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് പോകുന്നൊരു സംഭവം. എന്നാൽ ഇതൊരു ഇൻഎക്സ്പെൻസീവ് ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റാവുന്ന ഒരു ലൈറ്റ് വെയിറ്റ് ഒരു ഡിസൈൻ. പല ഡിസൈൻ ഉണ്ടോ? ഇത് ടെക്സ്ചർ വുഡ് ഡിസൈൻസ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വുഡിന്റെ കളർ അല്ലാതെ തന്നെ നമുക്ക് വരുന്ന ഏറ്റവും മോഡേൺ ആയിട്ട് വരുന്ന നമുക്ക് ഗ്രാഫൈറ്റ്സ്, ഗ്രേ കളറ്, അതുപോലെ തന്നെ വാൾനട്ട് കളേഴ്സ്, അങ്ങനെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ്. അതായത് ഒരു ആർക്കിടെക്ചറിന് അല്ലെങ്കിൽ ഒരു ക്ലയൻസിന്, ആർക്കിടെക്ചറിന് അവിടെ ഒരു പ്രാവശ്യം ഒരു മോഡൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരു ഡിസൈൻ വേറെ ചെയ്യണമെന്നും അതുപോലെ കളർ വേറെ ആകണമെന്നും ആഗ്രഹിക്കുന്നവരുണ്ട്. ഇത് ഫോൾ സീലിംഗ് അല്ലാതെ പിന്നെ വേറെ എന്തൊക്കെയാണുള്ളത്? പിന്നെ ഫോൾ സീലിംഗ് അല്ലാതെ തന്നെ നമുക്ക് ഇന്റീരിയർ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നു. ഇന്റീരിയറിന്റെ വാൾ പാനൽസ് ഒക്കെ വളരെ വളരെ മനോഹരമായിട്ട് ചെയ്യാം. വാൾ പാനൽസ് ഇപ്പൊ നോർമലി നമ്മുടെ ഇന്റീരിയറിലേക്ക് ഇട്ട് വരുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ TV-യുടെ ബാക്ക്ഡ്രോപ്പ്, അതോടൊപ്പം തന്നെ നമ്മുടെ ബെഡ്റൂം സ്പേസ് ഒക്കെയും നമുക്ക് പ്ലാസ്റ്റർ ചെയ്യാം. പ്ലാസ്റ്റർ എന്തായാലും നമുക്ക് മാൻഡേറ്ററി ആണ്. അതിനുശേഷം നമുക്ക് പുട്ടിയിട്ട് പിന്നെ പെയിന്റ് അടിച്ചൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് സമയം വരും. നമുക്ക് ഒരു 100 സ്ക്വയർ ഫീറ്റുള്ള ഒരു വാളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് മാക്സിമം 1 മണിക്കൂർ കൊണ്ട് നമുക്കത് ഫുള്ളി ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ പെയിന്റ് പോലെ അടിക്കേണ്ടത് അങ്ങ് വെച്ചാൽ മതി. പെയിന്റ് പോലെ അടിക്കേണ്ട. അപ്പൊ അതിന്റെ ഒരുപാട് വെറൈറ്റീസുകൾ നമുക്ക് പ്രീമിയം പ്രോഡക്റ്റ് ആണ്. ഹൈ പ്രീമിയം പ്രൊഡക്റ്റ് ആണ്. പക്ഷെ നമുക്ക് പ്രൈസ് കുറവാണ്.
അതാണ് ഇതിലത്തെ ഏറ്റവും വലിയൊരു മെച്ചം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മോസ്റ്റ്ലി കൊമേഴ്ഷ്യൽ ആണോ അതോ റെസിഡൻഷ്യൽ ആണോ? നമുക്ക് റെസിഡൻഷ്യലിലേക്കും കൊമേഴ്ഷ്യലിലേക്കും കൊടുക്കാനായിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. അതോടൊപ്പം തന്നെ ഇതിപ്പോൾ നമ്മൾ ഇന്റീരിയറിനെ കുറിച്ചാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ വോക്സ് എക്സ്റ്റീരിയർ നമുക്ക് വരുന്നുണ്ട്. നമുക്ക് 10 ഇയേഴ്സ് ഗ്യാരണ്ടിയിൽ നമുക്ക് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. നോർമലി എക്സ്റ്റീരിയർ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ നമുക്ക് വെയിലടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കളർ പോകുന്ന ഒരു പ്രതിഭാസം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഈവൻ നമ്മൾ ഗ്രാനൈറ്റ് ആണെങ്കിലും നമുക്ക് സ്ക്വയർ ഫീറ്റ് 300, 400, 500, 1000 രൂപ കൊടുക്കുന്ന ഗ്രാനൈറ്റ് ആണെങ്കിലും പുറത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കളർ പോകും. പക്ഷെ നമുക്ക് നമ്മുടെ വോക്സ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് അതിൻ്റെ 100% എക്സ്റ്റീരിയർ ഗ്രേഡ് UV റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്രേഡ് പ്രത്യേകം ചോദിച്ചു വാങ്ങണം. ആണെങ്കിൽ നമുക്ക് 10 ഇയേഴ്സ് കളർ പോകില്ല എന്നുള്ള ഗ്യാരണ്ടി കൊടുക്കാൻ. എക്സ്റ്റീരിയർ വരെ യൂസ് ചെയ്യാം. ഇത് ഇത്തരം ഗ്യാരണ്ടി കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അപ്പം ഇന്ന് വോക്സിന്റെ ഒരു സ്റ്റാർ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഫ്ലോറിംഗ് എന്നുണ്ടോ അവരുടെ? ഫ്ലോറിംഗ് വരുന്നുണ്ട്. ഇപ്പോൾ അത് സ്റ്റോൺ പോളിമർ കോമ്പോസിറ്റ് ആണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് ഫ്ലോറിംഗ്, പ്രത്യേകിച്ച് റിനോവേഷൻ നടക്കുന്ന വീടുകളുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ ഫ്ലോറിങ് നമ്മുടെ ഗ്രാനൈറ്റ്സോ അതല്ലെങ്കിൽ മാർബിളോ മറ്റെന്ത് തന്നെയാണെങ്കിലും നമുക്ക് പൊളിച്ച് മാറ്റിയിട്ട് രണ്ടാമത് പ്ലാസ്റ്റർ ഒക്കെ ചെയ്തിട്ട് വേണം ചെയ്യണമെങ്കിൽ. ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സിസ്റ്റിംഗ് ഫ്ലോറിലോട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇന്റർലോക്ക് ചെയ്ത് നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, വെള്ളം വീണാലും കുഴപ്പമില്ല, ചെതൽ പിടിക്കില്ല. വളരെ ഒരു 1000 സ്ക്വയർ ഫീറ്റൊക്കെ നമുക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് നമുക്ക് വെറും ഒരു എന്താ പറയുക ഒരു 1 ഡേ കൊണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ വീട്ടിൽ പ്രായമായിട്ടുള്ള ആൾക്കാരുകൾ, അതോടൊപ്പം തന്നെ വാദത്തിൻ്റെ അസുഖം പ്രശ്നങ്ങൾ വരുന്നത്, പിന്നെ കിച്ചണിലൊക്കെയും കൂടുതലും ഇപ്പോൾ സ്ത്രീകൾ ഒരു ബെയർ ഫുട്ടിൽ നിൽക്കുമ്പോൾ അവർക്ക് തണുപ്പൊക്കെ അടിക്കുമ്പോൾ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയും ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ചെയ്യാം. ഇതൊന്നും തണുപ്പടിക്കില്ല. വളരെ സുഖകരമായിട്ടുള്ള ഒരു അനുഭവമാണ് നമുക്ക് അതിലൂടെ നടക്കുമ്പോഴും ഈവൻ നമുക്ക് ആ ഫ്ലോറിൽ ഇരിക്കുമ്പോഴും നമുക്ക് കിട്ടുന്നത്. പ്രത്യേകിച്ചും യോഗ സെൻറ്ററുകൾ ഏറ്റവും കൂടുതൽ ഇന്ന് ആവശ്യപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ്. അത് ശരി, യോഗ മാറ്റ് എപ്പോഴും നമ്മൾ ഇടുന്നത് നമ്മളുടെ ബോഡി എർത്തായിട്ടുള്ള കണക്ഷൻസ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ യോഗ മാറ്റ് പൂർണ്ണമായിട്ടും ഉപയോഗിക്കുന്നത്. ഇപ്പൊ യോഗ മാറ്റൊക്കെ ഇനി ചുരുട്ടി പിടിച്ചൊന്നും നടക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ അകത്ത് തന്നെ നമ്മുടെ SPC ഫ്ലോറിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് SPC സ്റ്റോൺ പ്ലാസ്റ്റിക് പോളിമർ കോമ്പോണൻസ്, ഇതാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഒരു രൂപം എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. യോഗ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വളരെ സുഖകരമായിട്ട് യോഗ മാറ്റൊക്കെ ഒഴിവാക്കാം. അത്ര ഒരു അടിപൊളി പ്രൊഡക്റ്റ്. വാട്ടർ പ്രൂഫാണ്, ചതിൽ പിടിക്കില്ല. പിന്നെ ഇതിൽ ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫ്ലാറ്റും മറ്റുള്ള ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഫ്ലോറിങ് നമുക്ക് ഊരിയെടുത്ത് ഇളക്കിയെടുത്ത് നമുക്ക് അടുത്ത സ്ഥലത്ത് നമുക്ക് ഫിറ്റ് ചെയ്യാം. ഓക്കെ, അതും ഇതിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ലൈറ്റ് വെയിറ്റ് ആണ്, ഈസി റിമൂവബിൾ ആണ്, ഈസി ഫിക്സിംഗ് ആണ്. അപ്പോൾ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട്. ബോക്സ് അല്ലാതെ പിന്നെ വേറെ ഏതൊക്കെ ബ്രാൻഡാണ്? പിന്നെ നമ്മൾ ഈ ഫ്ലോറിങ് നമ്മൾ പറഞ്ഞു, വാൾ പാനൽസ് പറഞ്ഞു, എക്സ്റ്റീരിയർ പറഞ്ഞു, പിന്നെ നമ്മൾ ഷിംഗിൾസിനെ കുറിച്ച് പറഞ്ഞു, ക്ലേ റൂഫ് ടൈൽസ് പറഞ്ഞു, പിന്നെ സിറാമിക് റൂഫ് ടൈൽസ് ഞാൻ പറഞ്ഞില്ല. ഇന്ന് സിറാമിക് റൂഫ് ടൈൽസ് ഇന്നിപ്പോൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് സിറാമിക് റൂഫ് ടൈൽസ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വില കുറഞ്ഞ ഒരു പ്രൊഡക്റ്റാണ്. ആർക്കും അഫോർഡബിൾ ആണ് ചെയ്യാനായിട്ട്. എന്നാൽ ലക്ഷറി വീടുകൾക്കും നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂപ്പൽ പിടിക്കുന്ന നമ്മുടെ ഒരു ക്ലൈമറ്റിൽ എത്രയും പെട്ടെന്ന് പൂപ്പൽ പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മുടെ ഈ ക്ലൈമറ്റ് എന്ത് തന്നെ പറഞ്ഞാലും അങ്ങനെ ഒരു സംഭവമുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് പൂപ്പൽ പിടിക്കാനുള്ള സാഹചര്യം വളരെ കുറവാണ്. ഇൻ കേസ് പൂപ്പലോ മറ്റുള്ള കാര്യങ്ങളോ ഫംഗസ് ഫോർമേഷനോ വരികയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈസി വാഷിംഗ് ആണ് നമുക്ക്. അപ്പോൾ അത് നമ്മൾ ഇത്രയും പ്രോഡക്ട്സ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ അവിടെയാണ് ബൈജു ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡൽ പ്രൊപ്പോസലായിട്ട് ഒരു പ്രൊഡക്റ്റും കൂടി പറയാനുണ്ട്. ഏതാണ്? സ്റ്റോൺ കോട്ടഡ് റൂഫിംഗ്. സ്റ്റോൺ കോട്ടഡ്, അത് ടെക്നോണിക്കൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. നമ്മൾ റഷ്യൻ ബ്രാൻഡാണത്. ഓക്കെ, വേൾഡിൽ ഏറ്റവും വലിയ ബ്രാൻഡാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ലൈറ്റ് വെയിറ്റ് റൂഫിംഗ് സിസ്റ്റം. പ്രത്യേകിച്ച് റിസോർട്ട്സുകളൊക്കെ ഉണ്ടല്ലോ, റിസോർട്ടുകൾ, അപ്പോൾ ഈവൻ കമേഴ്ഷ്യൽ പ്രോജക്ട്സുകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. നോർമലി റൂഫ് ടൈൽസ് നമുക്ക് റെസിഡൻഷ്യലിലേക്ക് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ വലിയൊരു പ്രോജക്ട്സ്, ഓഡിറ്റോറിയം അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ സെൻറ്റർ, ഇത്തരം സാഹചര്യങ്ങളിലേക്ക് നമുക്ക് ലൈറ്റ് വെയിറ്റ് സിസ്റ്റം തന്നെയാണ് നമുക്ക് എന്താ പറയുക സജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അവിടെയാണ് ടെക്നോണിക്കോൾ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ലൈറ്റ് വെയിറ്റ് സിസ്റ്റം. ഓക്കെ, ഈസി ഇൻസ്റ്റലേഷൻ. ഇതിൻ്റെ ഏറ്റവും വലിയ അടുത്ത പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാറ്റടിച്ചാലും ഇത് റൂഫ് ടൈലോ മറ്റുള്ള കാര്യങ്ങൾ പറന്നു പോകാനുള്ള ഒരു സാഹചര്യമില്ല.
ഒരു ഇന്റർലോക്കിംഗ് ചെയ്ത് ചെയ്തുകൊണ്ട് സെൽഫ് ലോക്കിംഗ് സിസ്റ്റം. പ്രത്യേകിച്ച് എന്തുകൊണ്ട് റിസോർട്ടിന്റെ കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ റിസോർട്ട് എപ്പോഴും ഏതെങ്കിലും ഹിൽ ഏരിയയിലോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അവിടെ ഒരു ആനിമൽസിന്റെ ഒരു പ്രശ്നം വരുന്നത്, അതായത് ലൈക്ക് മങ്കീസ്. ഉം. മങ്കീസിന് എപ്പോഴും ഇതുപോലെ പുറത്തേക്കും കയറിയിരുന്ന് അത് അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഇഷ്ടമാണ്. ചിലപ്പോൾ റൂഫ് ടൈൽസ് ഒക്കെ ആണെങ്കിൽ പുള്ളി അത് എടുത്ത് എറിയാനും കളിക്കാനും കയറി. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒക്കെ നോക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ സീലിംഗ് ഒക്കെ മഴയത്തൊക്കെ ആണെങ്കിൽ പൊളിഞ്ഞു പോയിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ടെക്നോണിക്കൽ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ സ്റ്റോൺ കോട്ടഡ് റൂഫിംഗ് നമ്മൾ കൃത്യമായിട്ട് ലോക്ക് ചെയ്ത് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മഴയത്തും പ്രശ്നമില്ല, അതുപോലെ തന്നെ കുരങ്ങന്മാർക്കും അത് എടുത്ത് മാറ്റാനും പറ്റില്ല. 100% സേഫ് ആയിട്ടുള്ള ഒരു ലൈറ്റ് വെയ്റ്റ് സ്റ്റോൺ കോട്ടഡ് റൂഫിംഗ് സിസ്റ്റം ആണത് വെരി ഗുഡ്. ചെയ്യുന്നത്. ഇതിനിടയിലാണ് താങ്കൾ ഒരു പുതിയ ബിസിനസ് മോഡൽ പ്രപ്പോസൽ കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ യുണീക്കായിട്ട് എനിക്ക് തോന്നി. അതെ 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 അതെ. എന്താണത്? ഞാനിത് പലപ്പോഴും എനിക്ക് അത് പറയണമെന്നും അല്ലെങ്കിൽ ഇത് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം ഇന്ന് എനിക്കിപ്പോൾ ഒരു വേദി എനിക്ക് കിട്ടി. ഐ എം വെരി താങ്ക്ഫുൾ ടു യു. അപ്പോൾ ഇതിൽ നമ്മുടെ നാട്ടിൽ ബിസിനസ് ചെയ്യുക എന്ന് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ഒരു ടാസ്ക്കാണ്, റിസ്ക്കാണ്. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ടാവും. ഒരു ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. പിന്നത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ നോളേജ് ഉണ്ടായിരിക്കില്ല. അതോടൊപ്പം തന്നെ നമുക്ക് കോൺഫിഡൻസ് ലെവൽ കുറവായിരിക്കാം. അതിൽ രണ്ട് പേർക്ക് കോൺഫിഡൻസിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കും. ഒന്ന് ബിസിനസ് ചെയ്യാൻ വരുന്ന ആൾക്ക്, പിന്നെ പാരൻസിന്. നോർമലി ഇപ്പം നമ്മൾ ഇപ്പോൾ ഒന്ന് റിട്ടയർഡ് ചെയ്ത ആൾക്കാർ ഉണ്ടാവും, സർവീസിന് റിട്ടയർഡ് ചെയ്ത ആൾക്കാർ, അതുപോലെ തന്നെ MBA BBA എല്ലാം കഴിഞ്ഞ് വരുന്ന യങ് ഓൺടർപ്രണേഴ്സ്, എല്ലാവരും എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തൊരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പല ആൾക്കാർക്കും ഏറ്റവും പേടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഷ്ടം. കറക്റ്റ്. പേടി. പലപ്പോഴും ബിസിനസ് ചെയ്യാനായിട്ടുള്ള ഫണ്ട് കണ്ടെത്തുന്നത് ലോണിൽ കൂടി ആയിരിക്കാം, അതല്ലെങ്കിൽ വീടിൻ്റെ ആധാരം കൊണ്ടുവച്ചിട്ടായിരിക്കാം. അമ്മയും അച്ഛനും പറയും, മോനെ വെറുതെ വേണ്ട, അച്ഛൻ ഓൾറെഡി ഇതേപോലെ തന്നെ ഒരു പണി ചെയ്തതാണ്. അതെ. അപ്പം അതിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട്, നീ ഇനി ബിസിനസ്സിലോട്ട് പോകണ്ട. അത് അത്ര നല്ലൊരു പരിപാടിയല്ല. അല്ല സാറേ, അങ്ങനെയാണ് തീർച്ചയായിട്ടും. എല്ലാവരും ബിസിനസ്സിനെ കുറിച്ച് കാണുന്നത്. ഇവിടെ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം, ഇപ്പം ഇത്രയും വർഷത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഒരു ബിസിനസ് ചെയ്യാനായിട്ട് ഏറ്റവും റിസ്ക്, അതായത് കുറവുള്ള ഒരു മാർഗം, അതാണ് ഇപ്പോൾ ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഒന്നുകിൽ നമുക്ക് ഏതെങ്കിലും ഫ്രാഞ്ചൈസി എടുത്തിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ കണ്ടിട്ട് KFC ആണെങ്കിലും അല്ലെങ്കിൽ ബാറ്റി ആണെങ്കിലും ഓക്കെ. അപ്പോൾ അതിൽ നമുക്കൊരു നമുക്കൊരു എക്സ്പീരിയൻസ് വേണമെന്നില്ല. അത് കൃത്യമായിട്ടുള്ള ഫ്രാഞ്ചൈസിയുടെ ഓണേഴ്സ് വന്ന് നമുക്ക് ട്രെയിനിങ് ചെയ്യും. നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു, അല്ലെങ്കിൽ നമ്മൾ റെൻറ്റഡ് കിട്ടുന്ന ഒരു ഷോറൂമോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ മതി. പിന്നെ സ്റ്റോക്ക് എടുക്കണം. അതെ. അതിന് കുറച്ച് റിസ്ക് കുറവാണ്. ആവശ്യത്തിനുള്ള സ്റ്റോക്ക് എടുത്താൽ മതി. പക്ഷെ എന്നാലും ആ സ്റ്റോക്ക് നമ്മൾ എടുത്തേ പറ്റൂ. തീർച്ചയായിട്ടും. അതിനുള്ള സെയിൽസിലുള്ള ആൾക്കാരെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇലക്ട്രിസിറ്റി ബില്ല്, അങ്ങനെ വലിയൊരു എക്സ്പെൻസ് തന്നെ അതിൽ വരുന്നുണ്ട്. ദാറ്റ് ഇസ് നോട്ട് ഈസി തിങ്. ഇവിടെ ഞാൻ പറയുന്നത്, നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയലിൻ്റെ ഒരു പ്രോഗ്രാം, അതിനകത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് വേൾഡ് ക്ലാസ് പ്രോഡക്ട്സുകൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വോക്സ് ഇന്റർനാഷണൽ പോളണ്ട്, ഈഡ്ലൈൻസ് ദ ഫ്രഞ്ച് റൂഫിംഗ്, ടെക്നോണിക്കൽ ദ റഷ്യൻ ബ്രാൻഡ്, സെയിൻറ്റ് ഗോബൈൻ ദ ഫ്രഞ്ച് ബ്രാൻഡ്, ഇതെല്ലാം കൂടി SCG സിയാം സിമന്റ് ഗ്രൂപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാനതൊന്നും കൂടി പറയാതെ, സിമന്റ് ഗ്രൂപ്പ്, ഇത്തരം ബ്രാൻഡുകളെല്ലാം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കമ്പനി മാനുഫാക്ചേഴ്സായിട്ട് നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റുകൾ തീർച്ചയായിട്ടും ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ബിൽഡിംഗ് മെറ്റീരിയൽ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, അതല്ല എങ്കിൽ ബിൽഡിംഗ് ബിസിനസ് അല്ല ഏത് ബിസിനസ്സും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക്, ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാൾക്കാണെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. എങ്ങനെ? നമുക്ക് രണ്ട് ടൈപ്പാണ് നമ്മൾ കൊടുക്കുന്നത്. ഒന്ന് ഡീലർഷിപ്പ്. നമുക്ക് ഓരോ ജില്ലയിലും നമുക്ക് ഡീലർഷിപ്പ് നമുക്ക് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. വെരി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഡീലർഷിപ്പ് കൊടുക്കാനായിട്ട് സാധിക്കും. അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, സ്റ്റോക്ക് ചെയ്യണം, ഗോ ഡൗൺ ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് പുറമെ നമ്മൾ വേറെ ഒരു കാര്യം നമ്മൾ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡിസ്പ്ലേ പാർട്ട്ണർ ആവുക. ഡിസ്പ്ലേ പാർട്ട്ണർ. ബി എ ഡിസ്പ്ലേ പാർട്ട്ണർ. എന്താണ് കോൺസെപ്റ്റ്? ഒഫീഷ്യൽ ഡിസ്പ്ലേ പാർട്ട്ണർ ഉണ്ടെങ്കിൽ, അതായത് BBRൻ്റെ ഡിസ്പ്ലേ പാർട്ട്ണർ ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു ചെറിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ് നമ്മൾ പറയുന്നത്. ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു പാർട്ട് റിട്ടേണബിൾ ആണ്. ഓക്കെ. റിട്ടേണബിൾ ആണ്. അത് ഇപ്പോൾ 1 or 2 ഇയർ ഈ ബിസിനസ് റണ്ണ് ചെയ്ത് ആ ബിസിനസ്സിൽ ഒരു വളരെ നോമിനൽ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അത് ഞാനിപ്പോൾ ഇതോട് ഞാൻ പറയുന്നില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരും എൻ്റെ അടുത്ത് എൻക്വയറി ചെയ്യുന്നുണ്ട്, വളരെയധികം ആൾക്കാർ എൻക്വയറി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു നോമിനൽ ഇൻവെസ്റ്റ്മെൻറ്റ്, സപ്പോസ്
ഈ ഡിസ്പ്ലേ പാർട്ട്ണർക്ക് ബിസിനസ് 6 മാസം 1 വർഷം കഴിഞ്ഞ് ആ ബിസിനസ് റൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് നമ്മൾ റിട്ടേൺ നമ്മൾ കൊടുത്ത് ഓക്കെ. ആ ഡിസ്പ്ലേ പാർട്ട്ണർ നമ്മൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ഡിസ്പ്ലേ പാർട്ട്ണറിൻ്റെ ജോലി എന്താണ്? ബി എ ഡിസ്പ്ലേ പാർട്ണർ. നമ്മൾ ഇന്റർനാഷണൽ ഡിസ്പ്ലേ ചെയ്യുക. പ്രോഡക്റ്റുകൾ എല്ലാം തന്നെ നല്ല രീതിയിൽ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ അതിന് ചെറിയൊരു ഓഫീസ് ഉണ്ടാവണം, അതിന് ഓഫീസ് ഷോറൂം ഉണ്ടാവണം. ഇതിന് ബിസിനസ് ലീഡ്സ് നമ്മൾ കൊടുക്കും. ആവശ്യത്തിനുള്ള ബിസിനസ് ലീഡ്സ് നമ്മൾ കൊടുക്കാം. അതോടൊപ്പം തന്നെ ബിസിനസ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് അവർക്ക് തന്നെ ബിസിനസ് ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ഐഡിയകളും അത് എങ്ങനെ കൊണ്ടുവരുന്ന എല്ലാം നമ്മൾ ട്രെയിനിങ് കാര്യങ്ങളെല്ലാം നമ്മൾ അത് കൊടുക്കും. പിന്നെ നമ്മളുടെ ഇതിൻ്റെ നമ്മൾ മാക്സിമം ഒരു 3 years മാത്രമായിട്ടാണ് നമ്മളുടെ ഈ ഒരു ബിസിനസ് ഡിസ്പ്ലേ പാർട്ട്ണറിനെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആഫ്റ്റർ 3 years അവർക്ക് എന്തും ചെയ്യാം, എന്ത് ബിസിനസ്സും ചെയ്യാം. അവർക്ക് ഫുൾ ഫ്രീഡം കൊടുക്കുകയാണ് നമ്മൾ. അതല്ലാതെ ഒരു ബോണ്ട് പോലെ നമ്മൾ എന്നും നമ്മൾ ബിസിനസ് ചെയ്യണം, നമ്മൾ പ്രോഡക്റ്റ് ചെയ്യണം, നമ്മൾ ഡിസ്പ്ലേ ചെയ്യണം എന്നല്ല. എല്ലാവർക്കും ബിസിനസ്സിലോട്ട് ഗ്രോ ചെയ്യാനായിട്ടുള്ള ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും ഒരു തോട്ട് വരും. അപ്പം അതിന് നമ്മളൊരു തടസ്സം നമുക്കാകുന്നില്ല. ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ റിട്ടേൺ ഉറപ്പാണോ? അത് 100% റിട്ടേൺസ് ഉറപ്പാണ്. വിത്തിൻ 6 months അവർക്ക് ആ റിട്ടേൺസ് അവർക്ക് കിട്ടിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നിരിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് പാർട്ട് വിൽ ബി നമ്മൾ തിരിച്ചു കൊടുക്കും. അപ്പോൾ ഇവർ സ്റ്റോക്ക് ചെയ്യണ്ട. അപ്പോൾ അവർ ഓർഡേഴ്സ് കൊണ്ടുവരികയാണ്, എന്താ വേണ്ടത്? ഓർഡേഴ്സ് അപ്പോൾ ഒരു ബുക്കിംഗ് ആണ് അവർക്ക് വേണ്ടത്. നമുക്കൊരു 5 to 10 days ആണ് നമുക്ക് ബുക്കിംഗ് പീരീഡ് നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് എ മാക്സിമം. ഒരു പക്ഷേ നമുക്ക് ഇന്ന് അവർ തരികയാണെങ്കിൽ നമുക്ക് 2 ദിവസത്തിനുള്ളിൽ നമുക്ക് ഡെലിവറി നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഈ പറഞ്ഞ പ്രോഡക്ട്സുകളെല്ലാം നേരത്തെ പറഞ്ഞ ബ്രാൻഡുകളെല്ലാം അതിന് സ്റ്റോക്കെല്ലാം നമ്മുടെ ഹെഡ് ക്വാർട്ടർ തൃശ്ശൂരാണ്. അവിടെ നമ്മളെല്ലാം നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ആർക്കും ഒരു ബിസിനസ് നമുക്ക് സ്റ്റെപ്പ് ചെയ്യാനായിട്ട് ആർക്കും സാധിക്കും. വലിയൊരു വലിയൊരു ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. തീർച്ചയായിട്ടും. അതായത് നേരത്തെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ എൻ്റെ ആശയങ്ങളും എൻ്റെ സ്വപ്നങ്ങളും ഇതിനോടൊപ്പം തന്നെ വളരും ചെയ്യും. തീർച്ചയായിട്ടും. അതാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. ഒരു സിയാം സിമന്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഒരു മെറ്റീരിയൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ബാങ്കോക്ക് കമ്പനിയാണ്, തായ്ലൻഡാണ്. അവരുടെ ഒരു പ്രൊഡക്റ്റ് സോളിഡ് വാൾ പാർട്ടീഷൻസ്. ഇന്ന് ഇന്ത്യയിൽ ഇത്തരം ഒരു പ്രോഡക്റ്റ് വേറെ ആരും ചെയ്യുന്നില്ല. SCG is the only one company ഈ പ്രോഡക്റ്റ് കൊണ്ടുവരുന്നത്. ഇതേ സമാനമായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ഹെബൽ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്, ജർമ്മൻ കമ്പനിയായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് അവർ ആദ്യം ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ ഗുജറാത്തിൽ ഓൺ മാനുഫാക്ചറിങ് നമ്മുടെ മേക്ക് ഇന്ത്യയുടെ ഭാഗമായിട്ട് ഇന്ന് നമുക്ക് ബാങ്കോക്ക് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2 years ആയി. ഇപ്പോൾ അതിൻ്റെ ഒരുപാട് പ്രോജക്ട്സുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പല്ലോഞ്ചി ഷെപ്പോഞ്ചി പ്രോഡക്റ്റ് ഫ്ലാറ്റിൻ്റെ ഒരു വർക്ക് എടുക്കുന്നുണ്ട്, ബാംഗ്ലൂർ എടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കൊച്ചിൻ ഷിപ്പ് യാർഡിലൊക്കെ നമുക്കൊരു എൻട്രി കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര എളുപ്പമല്ല. അവർ ചെക്ക് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റും സ്പെക്കും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് തന്നെയാണ് അവർ ആ പ്രോഡക്റ്റിന് അപ്രൂവൽ കൊടുക്കുന്നത്. അവിടെയും നിങ്ങൾ സപ്ലൈ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലുലു നമ്മുടെ കാക്കനാട് ഈ പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് നമുക്ക് പാർട്ടീഷൻ വാൾസൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇനി ഇന്ത്യയിലെ ഒരു റെവല്യൂഷണറി പ്രൊഡക്റ്റ് ആയിട്ട് വരാനായിട്ടുള്ള സാധ്യതയുള്ള ഒരു പ്രൊഡക്റ്റാണ് SCG സോളിഡ് വാൾ പാർട്ടീഷൻ. നോർമലി വാൾ പാർട്ടീഷൻ ഒരു ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, അതിൽ റീഇൻഫോഴ്സ്ഡ് ഉണ്ടായിരിക്കില്ല, അപ്പോൾ അതിന് സ്ട്രെങ്ത് കുറവായിരിക്കും. ഇതൊരു സൗണ്ട് പ്രൂഫ് മെറ്റീരിയലും കൂടിയാണ്. നമുക്ക് അക്വാസ്റ്റിക് ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു വാൾ പാനൽ സിസ്റ്റമാണ്. ദ മോസ്റ്റ് വാല്യുബിൾ പ്രൊഡക്റ്റ് ഇൻ ഇന്ത്യ. ഇൻ ഫ്യൂച്ചർ ഒരു റെവല്യൂഷണറി പ്രൊഡക്റ്റാണ് SCG സോളിഡ് വാൾ പാനൽസ്. ബൈജുവിൻ്റെ ഭാവി സ്വപ്നങ്ങൾ എന്താണ്? ഭാവി സ്വപ്നങ്ങൾ ഞാൻ നേരത്തെ സാറിനോട് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു യങ് ഓണ്ടർപ്രനറിന് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ബിസിനസ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആർക്കും ബിസിനസ്സിന് പേടിയോടുകൂടി ഇനി സമീപിക്കേണ്ട. പലപ്പോഴും ബിസിനസ് ചെയ്യാനായിട്ട് നമ്മളൊരു 150 പ്രാവശ്യമെങ്കിലും ആലോചിച്ച് ഒരു പക്ഷേ നമ്മുടെ പാർട്ട്ണറോടോ അല്ലെങ്കിൽ നമ്മുടെ പാരൻസിനോടോ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം സാർ എന്താ പറയുക, വേണ്ട, എന്തിനാ വെറുതെ പ്രശ്നത്തിച്ചാണ്, നിന്റെ പപ്പ ഓൾറെഡി ബിസിനസ് ചെയ്ത് പൊളിഞ്ഞ് പാളിസായിരിക്കുകയാണ്, ഇനി നീയും കൂടി ഇതിൽ പോകണ്ടെന്നായിരിക്കും മിക്കവാറും നമുക്ക് പാരൻസോ അല്ലേ നമുക്ക് സംസാരിക്കാം.
ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ള നഷ്ടസാധ്യതകളെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ കൂടുതലും നഷ്ടത്തിനെ കുറിച്ച് മാത്രമേ ആലോചിക്കുള്ളൂ. തീർച്ചയായിട്ടും. അങ്ങനെ ഒരു ആലോചന വരികയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിസിനസ് നമ്മൾ ചെയ്യൂല. അപ്പം അതിനെക്കുറിച്ചിട്ട് അറിയൂല. അപ്പം ഇന്ന് ആർക്കും ഒരു ബിസിനസ് ചെയ്യാന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് ആർക്കൊക്കെ വരാം? ഇപ്പം നമുക്ക് റിട്ടയേർഡ് ആയിട്ടുള്ള നമുക്ക് ഒരുപാട് ഓഫീസേഴ്സുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെയും ചിലപ്പോൾ ഒരു എൻഗേജ്ഡ് ആവാനായിട്ട് അവർക്ക് സാധിക്കും. പിന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബിൽഡിംഗ് മെറ്റീരിയലിനോട് താല്പര്യമുള്ള അല്ലെ അതിനോട് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആർക്കും ഇതിലോട്ട് കടന്നു വരാം. ഏറ്റവും കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്ന് BBA MBA കഴിഞ്ഞ് വരുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവർക്കൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് പോലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലി നമുക്കൊരു ബിസിനസ് നമുക്ക് റൺ ചെയ്യണമെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് വേണം. തീർച്ചയായിട്ടും. അത്രയും ഇൻവെസ്റ്റൊക്കെ ചെയ്ത് ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ആരും അത് ചെയ്യില്ല. അതൊരു ഫൂളിഷ്നെസ് ആയിട്ട് ചിലപ്പോൾ അത് മാറാം. ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വിത്തൗട്ട് എനി ഇൻവെസ്റ്റ്മെന്റ്. ദർ ഇസ് ഇൻവെസ്റ്റ്മെന്റ്, ദർ ഇസ് എ ലോ ഇൻവെസ്റ്റ്മെന്റ് ബട്ട് നോട്ട് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ദർ ഈസ് നോ ലോസ്. അപ്പോൾ ഈ ഒരു എഗ്രിമെന്റ് നമ്മൾ കൊടുത്തിട്ടാണ് നമ്മൾ ബിസിനസ്സിലോട്ട് യങ് ഓണ്ടർപ്രനേഴ്സിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യണത്. നേരത്തെ പറഞ്ഞ പോലെ MBA BBA പഠിച്ച കുട്ടികൾക്ക് ഈ ബിസിനസ്സിലോട്ടല്ല ഏത് ബിസിനസ്സിലോട്ടും അവർക്ക് കടന്നു വരാം. പക്ഷെ എനിക്കറിയാവുന്ന ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞ ഒരു ഇന്റർനാഷണൽ ഒരു ബിസിനസ് ആണത്. ദിസ് ഈസ് വൺ ഓഫ് ദ ഒരു ബെസ്റ്റ് കോൺസെപ്റ്റ് ആയിട്ട് ഞാൻ വിശ്വസിക്കുന്നു. താങ്കളുടെ ഒരു ഫ്രാഞ്ചൈസി എടുത്ത ആൾക്ക് താങ്കളുടെ പ്രോഡക്റ്റ് മാത്രമേ വിൽക്കാൻ പറ്റൂ എന്നുണ്ടോ? ഫസ്റ്റ് നമ്മളൊരു 2 years നമ്മൾ പറയുന്നുണ്ട് നമ്മളെ പ്രൊഡക്റ്റ് മാത്രം എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അതിനുശേഷം അവർക്ക് ഇഷ്ടമുള്ളൊരു ബിസിനസ്സിലോട്ട് അവർക്ക് കടന്നു വരാം. അതിനുള്ളൊരു അർത്ഥം 2 വർഷം കഴിഞ്ഞിട്ട് അടുത്തൊരു ബിസിനസ്സിലോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ 2 വർഷം കൊണ്ട് അവർക്ക് ഒരുപാട് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഒരിക്കലും നെക്സ്റ്റ് ലെവലിലോട്ട് പോവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ 2 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പോവാം. അതല്ല ഇതിനിടയിൽ അവർക്ക് ഇതിൽ ഡ്രോപ്പ് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ക്യാൻ ഡ്രോപ്പ് ദിസ് ബിസിനസ്, ദേ ക്യാൻ സ്റ്റാർട്ട് ദെയർ ന്യൂ ബിസിനസ്. ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ഇതിൽ നമ്മൾ യാതൊരു ഒരു നിബന്ധനകളോ വെച്ചിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നുമില്ല. ഇത് ഒരു സീറോ ഇൻവെസ്റ്റ്മെന്റ് ഒരു പ്രോഗ്രാമാണ് ബിസിനസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ബിസിനസ് ഡ്രോപ്പ് ചെയ്താലും നഷ്ടം ഒരിക്കലും വരുന്നില്ല. ഒരു ബിസിനസ് എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി അവർക്ക് കിട്ടും. നമ്മുടെ കമ്പനി ട്രെയിനിങ്സ് കിട്ടും. നമുക്ക് കമ്പനി ട്രെയിനിങ്സ് കൊടുക്കാനും പ്രൊഡക്റ്റ് നോളജ് കൊടുക്കാനായിട്ട് പറ്റും. വലിയൊരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോണത്. കഴിഞ്ഞ 10, 20, 22 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിൽ ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് അല്ലേ? എക്സ്പീരിയൻസ് ആൻഡ് എസെൻസ് ഉണ്ട്. ഈ എസെൻസ് ഒക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരാൾക്ക് കിട്ടും. അത് അവരുടെ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടുന്നുള്ളൊരു കാര്യം. തീർച്ചയായിട്ടും. അപ്പോൾ അത് അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അവർക്ക് ആ ഒരു എസെൻസ് അല്ലെങ്കിൽ ആ എക്സ്പീരിയൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു ഇൻവെസ്റ്റ്മെന്റും ആവശ്യമില്ല, വലിയൊരു റിസ്കിലോട്ടും പോകേണ്ട ആവശ്യമില്ല. ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇതിനോട് താല്പര്യമുള്ള ആൾക്കാരെ നമ്മൾ വിളിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. നിങ്ങൾ കേട്ടു ബൈജു എന്ന ഈ സംരംഭകന്റെ യാത്ര. അദ്ദേഹം വർഷങ്ങളോളം ഒരു ജീവനക്കാരനായിരുന്നു. ഒരവസരം വന്നപ്പോൾ ഒരു ലോകോത്തര ബ്രാൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടിയ ആ അവസരം അത് പിന്നീട് കേരളത്തിലേക്ക് ഏറ്റവും മികച്ച ബ്രാൻഡുകൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, ഇന്ന് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു ആശയം അത് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന എനിക്ക് ഉറപ്പാണ്. കാരണം പലപ്പോഴും ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ളവർ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, നമുക്കതിനുള്ള നോളജ് വേണം, അതിൻ്റെ പുറകെ നടക്കണം, ഫെയിലിയർ ഉണ്ടെങ്കിൽ റിസ്ക്, പല പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നുമില്ലാതെ തന്നെ അദ്ദേഹം ഒരു മുന്നോട്ട് ആശയം വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് പഠിക്കുക. തീർച്ചയായും നിങ്ങളെ സഹായിക്കുമെങ്കിൽ അദ്ദേഹത്തോട് കൈകോർക്കുക. ബൈജു, വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ജേണിയാണ് നിങ്ങളുടെ. ഒരു ലോകോത്തര ബ്രാൻഡുകൾ കേരളത്തിന് അവതരിപ്പിച്ച ഒരാളെന്ന നിലയ്ക്ക് ഈ സംരംഭം, അതായത് പുതിയ ആശയം മുന്നോട്ട് പോകട്ടെ. നിരവധി പേർ നിങ്ങൾ മൂലം സംരംഭകരാവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിലെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും. താങ്ക് യു ഷെവിൻ സാർ. അപ്പോൾ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി, ഇതുപോലൊരു ഇൻവിറ്റേഷൻ എനിക്ക് കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു.